പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തോടുള്ള ബന്ധത്തിലും പിതാവായിരിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിന്റെ വിഷയങ്ങളെ കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായി. ഇന്ന് ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി ആ പഠനം ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ രാത്രിയിൽ ദൈവസന്നിധാനത്തിൽ ആയിരിക്കാം. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതം ആദ്യ അവസാനം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തു എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്ന മൂലഭാഷയായ എബ്രായ ഭാഷയിലെ വാക്ക് തന്നെ മശിഹ എന്ന പദത്തിൽ നിന്നാണ്. എബ്രായ വാക്കാണ് ഏത്? മശിഹ. ആ വാക്കിൽ നിന്നാണ് ക്രിസ്തു എന്നുള്ളതായിരിക്കുന്ന പേര് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ? അഭിഷക്തൻ എന്നാണ്. അഭിഷക്തൻ എന്നാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ക്രിസ്തുവിന്റെ ജീവിതത്തോടും ശുശ്രൂഷയോടുമുള്ള ബന്ധത്തിൽ നമുക്ക് തുടർന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് വാസ്തവമായി പഠിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് യേശുവിന്റെ ജനനത്തിങ്കൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ള വിഷയമാണ്. യേശുവിന്റെ ജനനത്തിങ്കൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജീവിപ്പിക്കുന്ന ശക്തിയാലാണ് യേശുക്രിസ്തു കന്യക മറിയയിൽ ഉരുവായതെന്നുള്ളതായിരിക്കുന്ന സത്യം നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. നമുക്കറിയാം, നസ്രയത്തിൽ പാർത്തിരുന്ന കന്യകയായിരുന്ന മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷമായിട്ട് അവളോട് എന്താ പറഞ്ഞത്? കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. അവളോട് ഗബ്രിയേൽ ദൂതൻ തുടർന്ന് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. വീഡിയോ ഓൺ ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു ദൂത് മറിയയ്ക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കത്തില്ല. കാരണം യോസേപ്പുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ഇതുവരെ അവർ വിവാഹിതരായിട്ടില്ല.
അവിടെ മറിയ ഗബ്രിയേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? അതൊരു ന്യായമായ ചോദ്യമാണ്. അപ്പോൾ ദൂതൻ അവളോട് പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ എന്തായിരുന്നു എന്നെടുത്താട്ടെ. ലൂക്കോസ് വിശേഷം എന്നെടുത്താട്ടെ. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. ആരെങ്കിലും ഒരാൾ വായിക്കാമോ? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കണ്ടോ? അപ്പോൾ അവള് ന്യായമായിട്ടൊരു ചോദ്യമായി ചോദിച്ചത്. എന്താ ചോദ്യം? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ ഗബ്രിയേൽ ദൂതൻ അവളോട് മറുപടി പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? അവളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അടുത്തത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മാനുഷികമായിരിക്കുന്ന യുക്തിക്കും ബുദ്ധിക്കും അതീതമായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് യേശു മറിയയിൽ എന്ത് ചെയ്തത്? ഉരുവാകുവാനായിട്ട് ഇടയായി. തികച്ചും ഇതൊരു സാധ്യമല്ലാത്തൊരു കാര്യമായിരുന്നു. മാനുഷിക ചിന്തയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും നടക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാനായിട്ട് ഇടയായത്. നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വന്നാൽ ആ ഭാഗത്ത് ആദാം ദമ്പതിമാർ പാപത്തിൽ വീണ സമയത്ത് ആദമിനെയും ഹവ്വയെയും പാമ്പിനെയും ദൈവം ആ സമയത്ത് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, അല്ലെ? അപ്പോൾ സാത്താൻ അവിടെ വെച്ചൊരു കാര്യം മനസ്സിലാക്കി, സ്ത്രീയുടെ സന്തതിയായി വരുന്നവനാണ് എൻ്റെ തല തകർക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെ സന്തതിയായിട്ട് യേശു ജനിക്കരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മീറ്റിങ്ങിൽ വിഷയം സംബന്ധിച്ച് പ്രസ്താവിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ദൈവം പറഞ്ഞതനുസരിച്ച് തന്നെ സമയം തെറ്റാതെ കാലസമ്പൂർണത വന്നപ്പോൾ മറിയയിൽ കൂടെ തന്നെ യേശു എന്ത് ചെയ്തു? യാതനായി തീരുവാനിടയായി. സ്ത്രീയുടെ സന്തതിയായി തന്നെയാണ് യേശു ലോകത്തിൽ ജനിച്ചു വീണത്. നമുക്കറിയാം, കനാവിലെ കല്യാണ വീട്ടിൽ വെച്ചും യേശു ക്രൂശിന്മേൽ കിടക്കുന്ന സമയത്തും തന്റെ അമ്മയായിരിക്കുന്ന മറിയെ കർത്താവ് സംബോധന ചെയ്തെങ്ങനെയാണ്? സ്ത്രീയെ എന്നാണ്. അത് വാസ്തവത്തിൽ ഈ ഒരു പ്രവചനത്തിന് നിവൃത്തിയായി ആണെന്നും കൂടെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഓർത്തു നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ദൈവം, പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കൂടെ ആണെങ്കിൽ അവിടെ സംഭവിച്ചതായിരിക്കുന്ന ജനനം അത് തികച്ചും അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. എന്നാൽ അത് സംഭവിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലാണ് അത് സംഭവിക്കുവാനായിട്ട് ഇടയായതെന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന്
മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള വിഷയം നാം ചിന്തിക്കുമ്പോൾ ആദ്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തന്നെ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് രണ്ടാമത്, യേശു ക്രിസ്തുവിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വളർച്ചയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വളർച്ചയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം. പ്ലീസ് ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. മതി. അപ്പോൾ നോക്കുക, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പ്രവചന ഭാഗം നാം നോക്കിയാൽ ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെട്ടു വരും എന്നുള്ളതായ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രവചന നിവൃത്തിയായി തന്നെ യേശു കർത്താവ് മറിയയിൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു എന്ന് മാത്രമല്ല, യേശുവിന്റെ വളർച്ചയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആയിരുന്നുവെന്ന ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? അത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവാണ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവാണ്. ആ വാക്യം ഒന്ന് എടുത്താട്ടെ. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോ. എന്നാൽ ഈശോയുടെ കുഞ്ഞിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കഴിക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് അധിവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്, പിന്നെ ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്. ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്. അടുത്തത് പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. നോക്കിക്കേ, അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് യേശുവിൽ തന്റെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ വളർച്ചയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. രണ്ടാമത്, യേശുവിന്റെ വളർച്ചയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത്, യേശുവിന്റെ സ്നാനത്തിങ്കൽ, സ്നാന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എടുത്താട്ടെ മത്തായി സുവിശേഷം 3-ാം അധ്യായം 16, 17 വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16, 17 വാക്യങ്ങൾ വായിച്ചാട്ടെ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. താങ്ക് യു. അപ്പോൾ യേശുവിന്റെ ജനനത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്, യേശുവിന്റെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്, യേശുവിന്റെ സ്നാന സമയത്ത് ഇവിടെ
ഇവിടെ എങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ടിടയായത്. എന്താണ് ഇവിടെ വായിച്ചത്? യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയതായ സമയത്താണ് പ്രാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തത്? യേശുവിന്റെ മേൽ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് അത് ഒരു ദേഹരൂപത്തിൽ, ഒരു ആകൃതിയിലാണ് ഇറങ്ങി വന്നത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അത് മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ ആ കാര്യങ്ങൾ എടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ ഒരു വിശേഷതയാണ്. ഞാൻ ഈ പറയുന്ന വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോൾ, പിതാവായിരിക്കുന്ന ദൈവം പുത്രനായിരിക്കുന്ന യേശുവിനെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്തു എന്ന് ആ ഭാഗത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുത്തെങ്കിൽ വായിക്കാം, വായിച്ചാൽ. നസായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. മതി, താങ്ക് യു. അവിടെ പരിശുദ്ധാത്മാവിനാൽ പിതാവായിരിക്കുന്ന ദൈവം തന്നെ അഭിഷേകം ചെയ്തുവെന്ന് വീണ്ടും എടുത്ത് പ്രസ്താവിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് നമുക്കിപ്പോൾ അവിടെ വായിക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ, അതുപോലെ യേശുവിന്റെ വളർച്ചയിൽ, അതിനുശേഷം കർത്താവിന്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് തന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വിഷയത്തെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, തന്റെ 30-ാമത്തെ വയസ്സിലാണ് താൻ സ്നാനമേൽക്കുവാനായിട്ടിടയായതും ശുശ്രൂഷയ്ക്ക് വേണ്ടി താന് ഇറങ്ങി പുറപ്പെടുവാനും ഇടയായത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ അവിടെ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്, തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ പിതാവ് എന്ത് ചെയ്തത്? പുത്രനാകുന്ന ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പഴയ നിയമകാലത്ത് 3 കൂട്ടരെയാണ് എണ്ണ അല്ലെങ്കിൽ തൈലം ഒഴിച്ച് എന്ത് ചെയ്തിരുന്നത്? അഭിഷേകം ചെയ്തിരുന്നത്. ആരൊക്കെയാണ് 3 കൂട്ടർ? നമുക്കറിയാം. 1 പ്രവാചകന്മാർ, 2 പുരോഹിതന്, 3 രാജാക്കന്മാര്. അപ്പോൾ ഈ 3 കൂട്ടരെ പഴയ നിയമകാലത്ത് തൈലം അവരുടെ തലയിൽ ഒഴിച്ച്, അല്ലെങ്കിൽ എണ്ണ അവരുടെ തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്തുവെന്നാണ് പഴയ നിയമ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? അവർ ചെയ്യേണ്ടതായിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുവാനിടയായത്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ സ്നാന സമയത്ത് കർത്താവിനെ അല്ലെങ്കിൽ യേശുവിനെ പിതാവായിരിക്കുന്ന ദൈവം അഭിഷേകം ചെയ്തത് വാസ്തവത്തിൽ എന്തിനായിരുന്നു? തുടർന്നുള്ളതായിരിക്കുന്ന തന്റെ ഭൂമിയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയിരുന്നു തന്നെ എന്ത് ചെയ്തത്? പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയായതെന്ന് നമുക്ക് പറയുന്നതിൽ, ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ യേശുവിന്റെ സ്നാന സമയത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യേശുവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്.
ഈ അടുക്കടുക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ നോട്ട് ചെയ്യണം. എന്നാലേ ആ വിഷയത്തിന്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. യേശുവിന്റെ ജനനത്തിങ്കൽ, യേശുവിന്റെ വളർച്ചയിൽ, യേശുവിന്റെ സ്നാനത്തിങ്കൽ, നാലാമതായിട്ട് ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം എടുത്താണ്ട് 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം തൊട്ട് 1-ാം വാക്യം ഒന്ന് വായിച്ചു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. അതിനുശേഷം 4-ാം അധ്യായം 14-ാം വാക്യം കൂടെ വായിക്കണം. വായിച്ചു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 4-ന്റെ 14-ാം വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. മതി. അപ്പോൾ ഈ വായിച്ചതായിരിക്കുന്ന വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ, യേശു സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ എന്താണ് സംഭവിച്ചത്? കർത്താവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയതായിട്ട് കാണാൻ കഴിയും. ആ 40 ദിവസം കർത്താവ് അവിടെ ഉപവസിച്ചതായിട്ടും കാണാൻ കഴിയും. എന്നാൽ വീണ്ടും 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആത്മാവിന്റെ ശക്തിയോടെ താൻ എന്ത് ചെയ്തു? ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവാണ് തന്നെ എന്ത് ചെയ്യുന്നത്? അതിനുവേണ്ടി മുന്നോട്ട് നടത്തിയതെന്നുള്ളതായ ഒരു ആശയമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മള് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങളിലൊക്കെ നാം ശ്രദ്ധിച്ചാൽ യേശുവിന്റെ വിവിധമായിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. മത്തായി സുവിശേഷത്തിൽ യേശു ആരാണ്? രാജാവാണ്. മർക്കോസ് സുവിശേഷത്തിൽ യേശു ആരാണ്? ദാസനാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ യേശു ആരാണ്? പൂർണ്ണ മനുഷ്യനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ യേശു ആയിരുന്ന കാലഘട്ടത്തിൽ വാസ്തവത്തിൽ യേശു ഒരു ദാസനെ പോലെ അല്ലെ തന്നെത്താൻ താഴ്ത്തി, താന് മനുഷ്യൻ ദാസരൂപം എടുത്ത് മനുഷ്യന്റെ വേഷത്തിലാണ് യേശു എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തിൽ ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായത്. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിപ്പാനായിട്ട് കഴിയും. അപ്പോൾ താന് വളരെ താഴ്മയോടുകൂടെ, താൻ ദൈവമാണെന്നുള്ള കാര്യം മറക്കരുത്, എന്നാൽ ഒരു മനുഷ്യ വേഷമെടുത്ത് യേശു ഈ ലോകത്തിൽ ദൈവമായിരിക്കെ അവന്റെ ശുശ്രൂഷാ കാലമെല്ലാം നാം ശ്രദ്ധിച്ചാൽ വളരെ താഴ്മയുടെ ഒരു അനുഭവമാണ് യേശുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ താഴ്മയുടെ അനുഭവത്തിലൂടെ യേശുവിനെ നടത്തിയത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നു തന്റെ ജീവിതവും ശുശ്രൂഷയും എല്ലാം അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് ആ താഴ്മ മനോഭാവത്തോടു കൂടെ ഈ ലോകത്തിൽ തനിക്ക് ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായത്. മാത്രമല്ല തന്റെ ശുശ്രൂഷകളിലൊക്കെ
നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ഈ ലോകത്തിൽ ചെയ്തു. ആ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കർത്താവിൽ കൂടെ നടക്കുവാനായിട്ടിടയായതിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം യേശുവിൽ ഉണ്ടായിരുന്നുവെന്നുള്ളത് ഈ അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ലൂക്കോസ് സുവിശേഷം ഒന്നുകൂടെ എടുത്താട്ടെ. അതിന്റെ 4-ാം അധ്യായം 18 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ വായിച്ചാൽ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അത് യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ഭാഗമാണ്. യേശു കർത്താവ് ദൈവാലയത്തിൽ ചെന്ന് ഈ തിരുവെഴുത്ത് നിവർത്തി വായിക്കുവാനായിട്ട് താൻ എടുത്തതായിരിക്കുന്ന ഭാഗം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങളാണ് അവിടെ താൻ വായിക്കുവാനായിട്ടിടയായി. അവിടെ വായിച്ചപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു എന്ന് അവിടെ പ്രത്യേകം നമുക്ക് വായിപ്പാനായിട്ട് സാധിച്ചു. അപ്പോൾ യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിലെല്ലാം തന്നെ കൊണ്ട് ചെയ്തതായിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളായാലും എല്ലാ പ്രവർത്തനങ്ങളായിരുന്നാലും ഏത് വീര്യപ്രവൃത്തികളായിരുന്നാലും അതിന്റെ എല്ലാം പുറകിൽ ആരുടെ ശക്തി ഉണ്ടായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നോടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 5-മതായിട്ട് യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് നമുക്ക് 5-മതായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ളത്. എബ്രായ ലേഖനം ഒന്നെടുത്താട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഈ അവസരത്തിൽ വളരെ പ്രഗത്ഭമായിരിക്കുന്ന ഒരു വാക്യമാണ്. വായിച്ചാട്ടെ. എബ്രായ 9-ന്റെ 14. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. മതി. അപ്പോൾ യേശു കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ എന്തായിരുന്നു? ഒരു യാഗമായിരുന്നു, അല്ലെ? ആ യാഗമായി തന്നെത്താൻ ദൈവസന്നിധിയിൽ അർപ്പിച്ചത് തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലായിരുന്നുവെന്ന് നമുക്കിവിടെ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയും. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം എന്നാണ് ആ ലേഖകൻ അവിടെ എടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നുവെന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ശക്തിയാലാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഒരു യാഗമായി എന്ന് പറഞ്ഞാൽ ക്രൂശിലെ മരണം തന്നെ അവിടെ നിവൃത്തിയാവുവാനായിട്ട് ഇടയായത്. അപ്പൊ നോക്കിക്കേ, യേശുവിന്റെ ജനനത്തിങ്കൽ, യേശുവിന്റെ വളർച്ചയിൽ, യേശുവിന്റെ സ്നാനത്തിങ്കൽ, യേശുവിന്റെ ശുശ്രൂഷയിൽ,
യേശുവിന്റെ ക്രൂശ് മരണത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം യേശുവിനോടുകൂടെ തന്റെ ഐഹിക ജീവിത കാലയളവിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് വളരെ പ്രാധാന്യമുള്ളതായ മറ്റൊരു കാര്യമാണ് ആറാമത്തത്, യേശുവിന്റെ പുനരുത്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ളത്. യേശുവിന്റെ പുനരുത്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ അതിന് വേദപുസ്തകത്തിലുണ്ട്. എടുത്താട്ടെ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 'അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഒരു ദീർഘമായ പ്രാർത്ഥന, എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 15 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 18 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാണ്. 18 മുതലുള്ള വാക്യം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന് ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മതി, താങ്ക് യു. നോക്കിക്കേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ആ പ്രാർത്ഥനയിൽ അവസാന ഭാഗത്തുള്ളതായിരിക്കുന്ന വിഷയം, പല വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടതായിരിക്കുന്ന വേദഭാഗത്തിൽ നാം ശ്രദ്ധിച്ചാൽ, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞവിടെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പോൾ പൗലോസ് എഫേസിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് ആഗ്രഹിക്കുന്ന എന്താണ്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രധാനമായ ഒരു ഭാഗമാണത്. അപ്പോൾ വിശ്വസിക്കുന്നവരിലെല്ലാം ഈ ശക്തി എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിക്ക് അളവറ്റ വലിപ്പമുണ്ട്. എന്താ ഇങ്ങനെ പറഞ്ഞാൽ അർത്ഥം? അതിന്റെ വലിപ്പം നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അത്രമാത്രം അളവ് കൂടാതെയുള്ള ഒരു വലിപ്പമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കുള്ളത് എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. ആ വലിപ്പം എന്താണെന്ന് എഫേസുള്ള വിശ്വാസികൾ മാത്രമല്ല നമ്മളും അറിയണം. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 പദങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ പറഞ്ഞതിന്റെ ആ വലിപ്പം എന്താണെന്ന് നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതൊക്കെയാണ് പദം? 1 ബലം, 2 വല്ലഭത്വം, 3 വ്യാപാരം. കണ്ടോ? എന്തൊക്കെയാണ് പദം? ബലം, വല്ലഭത്വം, വ്യാപാരം. പൗലോസിന്റെ വാക്കുകളൊക്കെ വളരെ അർത്ഥസമ്പൂർണമായ വാക്കുകളാണ്. അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവിടെ ബലം എന്ന് പറഞ്ഞാൽ ചിന്തിപ്പാൻ കഴിയാത്ത തരത്തിലുള്ള ബലമെന്നാണ് അതിന്റെ ഗ്രീക്ക് വാക്കിലെ അർത്ഥം. നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന ബലം. എനിക്ക് വിശദീകരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം ഇല്ല എന്നെനിക്കറിയാം. എങ്കിലും ആ ബലത്തെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞാൽ, ദൈവത്തിന്റെ അഭിഷേക തൈലം ഇശായുടെ മകനായിരിക്കുന്ന ദാവീദിന്റെ തലമേൽ വീണു. തന്നെ ദൈവം ആരായിട്ടാണ് അഭിഷേകം ചെയ്തത് നമുക്കറിയാം. ആരായിട്ടാ? ഇസ്രായേലിന്റെ രാജാവായിട്ട്. എന്നാല് ഈ അഭിഷേകം തൈലം തന്റെ തലയിൽ വീണ ശേഷം താൻ വീണ്ടും അപ്പന്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് എന്ത് ചെയ്തു? കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് തനിക്കുണ്ടായ 1-2 അനുഭവത്തെ കുറിച്ച് താൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു കരടിയും മറ്റൊരിക്കലൊരു സിംഹവും അപ്പന്റെ ആടുകളെ പിടിച്ചുകൊണ്ടു പോകാൻ വന്നപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? അതിന്റെ താടിക്ക് പിടിച്ച് അതിനെ വലിച്ചു കീറിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ ശക്തിയുടെ ആ ബലം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കവിടെ ഗ്രഹിക്കാൻ കഴിയും. ആ ദാവീദാണ് തുടർന്ന് മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ എന്ത് ചെയ്തത്? വെല്ലുവിളിച്ചത് അല്ലെ? അവിടെയും ആ ബലം വ്യാപരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദാവീദിന്റെ സ്വന്തം ശക്തി അല്ല അവിടെ കാണുന്നത്, പിന്നെ തന്നിൽ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ തന്നെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി തന്നിലുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, അതേ ശക്തിയാണ് നമ്മളിലും ഉള്ളതായ ബലം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അത് നമ്മൾ വളരെ ഗ്രഹിക്കേണ്ട കാര്യമാണ്. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി അത് തന്നെയാണ്. ദാവീദിന്റെ മേൽ ദൈവം പകർന്നു കൊടുത്തതായിരിക്കുന്ന ആ ശക്തിയുടെ ബലമാണ് അവിടെ കണ്ടതെങ്കിൽ, നമ്മളിലും വിശ്വസിക്കുന്ന നമ്മളിലും ആ ശക്തിയുടെ ബലമുണ്ട് എന്ന് മറന്നു പോകരുത്. തീർന്നില്ല. നമുക്കറിയാം, ഒരിക്കൽ ശിംശോൻ ഒരു ബാലസിംഹത്തെ കണ്ട സമയത്ത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അവന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, ഇല്ലേ, ഒന്നുമില്ല, ഒരു കഴുതയുടെ പച്ചത്താടിയിൽ എടുത്ത് കൊന്നൊന്ന് കൊന്ന് 2 എന്ന് പറഞ്ഞ് അവൻ ഫിലിസ്ത്യരെ കൊല്ലുവാനായിട്ടിടയാണ്. ആ ശിംശോനിലും വ്യാപരിച്ചത് ആ ബലമാകട്ടോ. സന്നിധിയിൽ പ്രാർത്ഥിച്ച് മഴയുടെ മുഴക്കം കേട്ട ഏലിയാവ് താഴ്വരയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആഹാബ് രാജാവിനോട്, ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, മഴയുടെ മുഴക്കം എന്റെ ചെവികളിൽ ഞാൻ കേൾക്കുന്നുണ്ട്. മഴ നിന്നെ തടുക്കാതിരിപ്പാൻ നീ എന്ത് ചെയ്യുക? നീ രഥം പൂട്ടി ഓടിക്കൊള്ളുക. അങ്ങനെ ആ കുതിര ശക്തിയാൽ ഓടുന്ന ആ രഥത്തിന്റെ മുൻപിലേക്ക് നമ്മൾ നോക്കിയാൽ അതിന്റെ മുൻപിൽ ഓടുന്ന ഒരു ഏലിയാവിനെ കാണാൻ കഴിയും, ഇല്ലേ?
ആ ഏലിയാവിന്റെ മേല് ആ ബലമാണ് അവിടെ വ്യാപരിപ്പാനിടയായി. ഇന്ന് രാത്രി ഒരു ദൂതായിട്ട് ഞാൻ പറയട്ടെ, അനേകരുടെ മുൻപിൽ നമ്മൾ ഓടേണ്ട വ്യക്തികളാണ്. നമ്മള് പുറകിൽ നിൽക്കേണ്ടവരല്ല. നമ്മെ ദൈവം മുൻപിൽ കയറ്റി പലരുടെയും അത്ഭുത വസ്തുവാക്കി നമ്മെ കർത്താവ് മുമ്പിൽ ഓടിക്കുവാൻ തക്കവണ്ണം ഈ ശക്തിയുടെ ബലത്താൽ സാധിക്കുമെന്ന് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. അപ്പോൾ പൗലോസ് ആഗ്രഹിക്കുന്ന എന്താണ്? വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലുപ്പത്തിന്റെ ഒന്നാമത്തെ പദം ബലം. ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ബലം. അടുത്തതായിട്ടുള്ള പദം എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? വല്ലഭത്വം. വല്ലഭത്വം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുന്ന ശക്തി എന്നാണ് അതിന്റെ ഒരർത്ഥം കൊടുത്തിരിക്കുന്നത്. പ്രതിരോധിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നമ്മെ തടസ്സപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മുൻപിൽ നമ്മൾ പതറിപ്പോകുവാനുള്ളവരല്ല. അതിനെയെല്ലാം ജയിക്കത്തക്കവണ്ണമുള്ള ഒരു പ്രതിരോധിക്കുന്ന ശക്തിയാണ് നമ്മിലുള്ള പരിശുദ്ധാത്മാവെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. നമുക്കറിയാം, ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു മത്സ്യത്തെ പോലെ ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ബലപ്പെട്ട് പ്രതികൂലത്തിന്റെ മധ്യേ അവൻ നേരെ അതിനെതിരായി മുൻപോട്ട് പോകണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ടുള്ളത്. വീണ്ടും പറയുന്ന ഒരു വാക്കുണ്ട്, വ്യാപാരം. വ്യാപാരം. 3 വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. 1 ബലം, 2 വല്ലഭത്വം, 3 വ്യാപാരം. അപ്പൊ വ്യാപാരം എന്ന് പറഞ്ഞാൽ ദൈവമക്കളിൽ അത് നിരന്തരം തളർച്ച കൂടാതെ പ്രവർത്തിക്കുന്ന ഊർജം എന്നാണ് അതിനർത്ഥം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ശക്തിയെ കുറിച്ചുള്ള അളവറ്റ വലിപ്പം എന്താണെന്ന് ഈ 3 പദങ്ങളാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് മുമ്പേ നമ്മൾ വായിച്ചു കേട്ടത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ തുടർന്ന് എന്താ വായിച്ചത്? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആര്? അവനെന്ന് ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാ. അപ്പോൾ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അപ്പോൾ നോക്കിക്കേ, ഈ പരിശുദ്ധാത്മ ശക്തിയാണ് മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിൽ ഇരിക്കുന്ന യേശുവിൽ വ്യാപരിപ്പാനിടയായി. അങ്ങനെ ക്രിസ്തുവിൽ ഈ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വരാനിടയായി. അപ്പോൾ ഒന്ന് നോക്കണേ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് എത്ര വലിയ ശക്തിയാണെന്നുള്ളത് അവിടെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അതിന്റെ നല്ല തെളിവാണ് യേശുവിന്റെ ഉയർപ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിനെ അടക്കുന്ന സമയത്ത് യഹൂദന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാം. ഈ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവര് പറഞ്ഞൊരു വാക്കാണ്. അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞൊരു കാര്യം, പീലാത്തോസ് അതിന് മറുപടിയായി പറയുകയാണ്, നിങ്ങളാൽ ആകുവോളം ഉയർക്കാതിരിപ്പാൻ എന്ത് ചെയ്തു? നിങ്ങൾ കല്ലറ ഉറപ്പാക്കിക്കോളാൻ. അതിന് വേണ്ടിയാണ് വലിയൊരു കല്ല് അവിടെ ഉരുട്ടി വെച്ചു. റോമൻ ഇമ്പീരിയ മുദ്ര അവിടെ പതിപ്പിച്ചു. സൈന്യത്തിന്റെ കാവൽ അവിടെ ആക്കി തീർക്കുവാനിടയായി. യേശു ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല അവനെ പേടി, അവൻ മരിച്ചാലും അവർക്ക് പേടിയാ. ഇപ്പോഴത്തെ പേടി എന്തുവാ? യേശു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ
മൂന്നാം ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഒട്ടും സമയം തെറ്റിക്കാതെ ആദിരാവിലെ കർത്താവ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കല്ലറയിലേക്ക് ഇറങ്ങിച്ചെല്ലാനിടയായി. ആ മർത്യ ശരീരത്തിൽ എന്ത് ചെയ്തു? ആ ശക്തി വ്യാപരിപ്പാനിടയായി. നോക്കുക, മരിച്ച് ആ നാറ്റം വെച്ച അല്ലെങ്കിൽ ജീർണിക്കാൻ തുടങ്ങിയ ആ ശരീരത്തിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു പുത്തൻ ശരീരം എടുത്തുകൊണ്ട് യേശു വെളിയിൽ വരുവാനായിട്ടിടയായി. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇന്ന് രാത്രി ഈ വചനം പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കുവാനും പറയുവാനുമുള്ളത്, അതേ ശക്തിയിലാണ് ദൈവം എന്നെയും നിങ്ങളെയും നിറച്ചിരിക്കുന്നത്. ആ ശക്തിയാണ് നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് എന്താണ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് മധ്യാകാശത്തിൽ ഇറങ്ങി വരും. ആ സമയത്ത് ഭൂമിയിൽ നടക്കുന്ന ആദ്യത്തെ സംഭവം എന്തുവാ സംഭവം? ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? ആദ്യം ഉയർത്തെഴുന്നേൽക്കും. മരിച്ച് മൺമറഞ്ഞു പോയതായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവിന്റെ ഗംഭീര ശബ്ദം മുഴങ്ങുമ്പോൾ കല്ലറകളിൽ നിന്ന് വെളിയിൽ വരുമെന്ന്. അതെങ്ങനെയാ വരുന്നത്? ഈ പരിശുദ്ധാത്മ ശക്തി അവരുടെ കല്ലറകളിൽ വ്യാപരിക്കുവാനിടയാകും. അവരുടെ പൊടി പോലും കാണത്തില്ല അവിടെ, അല്ലേ? മരിച്ച് അനേക വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നവരുടെ അവശിഷ്ടങ്ങൾ, എല്ലുകൾ പോലും ചിലപ്പോൾ കാണില്ലെന്ന് വരാം. എന്നാൽ ക്രിസ്തുവിലാണോ അവൻ മരിച്ചടക്കപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ ആ കല്ലറകളിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങും. അവരവിടെ നിന്ന് ഒരു പുത്തൻ ശരീരവുമായി, തേജസ്സുള്ള ഒരു ശരീരവുമായിട്ട് എന്ത് ചെയ്യും? വെളിയിൽ വരും. അതിനുശേഷമാണ് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നത്. അതും പരിശുദ്ധാത്മ ശക്തിയാലാണ്. കാരണം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. രക്ഷിതാവായി യേശു സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മ ശക്തിയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വിഷയത്തോട് ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ ശരീരം ഇപ്പോൾ താഴ്ചയുള്ള ശരീരമാകട്ടോ. കാരണം ഇത് മണ്ണുകൊണ്ട് മെടഞ്ഞ ശരീരമാണ്. ഇതിനകത്ത് രോഗങ്ങളുണ്ട്, ഇതിനകത്ത് ക്ഷീണമുണ്ട്. എന്നാൽ കർത്താവിന്റെ ആത്മാവ് ആ കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ താഴ്ചയുള്ള ശരീരത്തെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്ത് ചെയ്യും? അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷേ കർത്താവ് വരുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നമ്മൾ അവനോട് സദൃശന്മാരായി തീരും എന്നാണ് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മടങ്ങി വരട്ടെ. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്താകുന്നുവെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായത്. ഭാഗത്തുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്ന ഈ വാക്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്താട്ടെ. റോമർ 1:4,
1 പത്രോസ് 3:18, റോമർ 8:11. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം ഒന്നുപോലെ പറയുന്നത് യേശുവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നാണ് ആ ഭാഗത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 7ാമതായിട്ട് ഒരു ഭാഗം കൂടെ ഉണ്ട്. യേശു കർത്താവിന്റെ ഉപദേശങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. യേശു കർത്താവിന്റെ ഉപദേശങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് ഇനി 7 നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. മതി. അപ്പോൾ യേശു കർത്താവിന്റെ ഉപദേശങ്ങൾ നാം ശ്രദ്ധിച്ചാൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന് കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കൂടാതെ യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ കർത്താവിന്റെ ഉപദേശങ്ങൾ എന്ത് ചെയ്തു? അവരെ അത്ഭുതപ്പെടുത്തുവാനായിട്ടിടയാണ്. ഇല്ലേ? ഇവൻ കർത്താവിന്റെ വായിൽ കൂടെ വരുന്നതായിരിക്കുന്ന വാക്കുകളെല്ലാം അധികാരത്തിന്റെ വാക്കുകളായിരുന്നു. അത് കർത്താവ് സ്വയമായി പറഞ്ഞതല്ല. പിന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടിയാണ് കർത്താവ് അതെല്ലാം ശക്തമായി പറയുവാനായിട്ടിടയായത്. കർത്താവിന്റെ ഉപദേശങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് നമുക്കും വേദപുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയാണ് യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ളതായിരിക്കുന്ന വിഷയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 7 കാര്യങ്ങളാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ചിന്തിപ്പാനായിട്ടിടയായത്. അതെല്ലാം നിങ്ങൾ പടിപടിയായിട്ട് ക്രമമായിട്ട് നിങ്ങൾ നോട്ട് എഴുതിയെടുത്തു എന്ന് ഞാൻ കരുതിക്കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാനിപ്പോൾ നീങ്ങുകയാണ്. ഇതൊരു വലിയ സമുദ്രം പോലെ കിടക്കുന്ന ഒരു വിഷയമാണ് തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ളതായിരിക്കുന്ന വിഷയം. അതുകൊണ്ട് ഇങ്ങനെ വിവരിച്ചു പറയാനുള്ള സമയമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചുമാണ് തുടർന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യമായി ആത്മാവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്നുള്ള വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്.
രണ്ടും രണ്ടാണെന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെ? പരിശുദ്ധാത്മാവിന്റെ ഫലം, മറ്റൊന്ന് പരിശുദ്ധാത്മാവിന്റെ വരം. ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ് എന്നതാണ് നമ്മൾ ആദ്യം ഗ്രഹിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായമാണ് നമുക്ക് ആധാരമായിട്ടിരിക്കുന്ന 5-ാം അധ്യായം 22-ാം വാക്യം വായിച്ചു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. മതി മതി. അപ്പൊ നമ്മള് ഇവിടെ എന്തുവാ ചിന്തിക്കാൻ പോകുന്നത്? ആത്മാവിന്റെ ഫലത്തെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, പിന്നെ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. അതുകൊണ്ട് നിങ്ങൾ പോയി എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഫലം കായ്ക്കാനാ പറഞ്ഞത്, അല്ലേ? അപ്പോൾ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് തന്നെ എന്തിനാണ്? നമ്മിൽ കൂടെ ഫലം പുറപ്പെടണം. അതിനാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്തത്? തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി. അതുപോലെ വ്യക്തമായി വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഫലം കൊണ്ട് മാത്രമേ വൃക്ഷത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മക്കളായി തീർന്നവരെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ, അവരിൽ കൂടെ ആത്മാവിന്റെ ഫലം പുറപ്പെടണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ആത്മാവിന്റെ വരത്തെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം ഇവിടെ ഗ്രഹിക്കേണ്ടതായിട്ടുള്ളത്, ആത്മാവിന്റെ വരങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് ഉണ്ടായെന്ന് വരത്തില്ല. ഞാൻ പറയുന്നത് ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായ ഒരു വ്യക്തിയിൽ എല്ലാ വരങ്ങളും ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷേ നിർബന്ധമായും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയിൽ എന്തുണ്ടായിരിക്കണം? ഫലമുണ്ടായിരിക്കണം. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന്റെ ഫലമോ എന്ന ഏകവചനം പറഞ്ഞിട്ട് 9 കാര്യം പറഞ്ഞിട്ടില്ലേ? ശരിക്കും എങ്ങനെയാ പറയേണ്ടിയിരുന്നത്? ആത്മാവിന്റെ ഫലങ്ങളെന്നല്ലേ പറയേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം ഗ്രഹിക്കാൻ കഴിയുന്നത്, ആത്മാവിന്റെ ഫലത്തിന്റെ ഏകത്വത്തെ കുറിച്ച് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഫലം എന്ന് പറയുന്നത് ഏകമാണ്. ആത്മാവിന്റെ ഫലമോ എന്ന് പറയുന്നത് ഏകവചനത്തിലാണ്. എന്നാൽ ആ ഫലത്തിന് 9 വിധ പ്രത്യക്ഷീകരണങ്ങൾ അതിനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ഏകവചനമാണ്, അത് ഏകമാണ്. പക്ഷേ ആ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നതിന് 9 തരത്തിലുള്ളതായിരിക്കുന്ന പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. പ്രത്യക്ഷതയിൽ 9 വിധത്തിലുള്ളതായിരിക്കുന്ന പ്രത്യേകത ഉണ്ടായിരിക്കണം. അതാണ് പറഞ്ഞത്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും നമ്മൾ വളരെ ഗഹനമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം,
പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇത്തിരി ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു വിടും, ഇല്ലേ? പക്ഷേ അത് പെട്ടെന്ന് പറഞ്ഞു വിടാനുള്ളതല്ല. ഇരുന്ന് ചിന്തിക്കേണ്ട അർത്ഥവ്യാപ്തി അതിനകത്തുണ്ട്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സ്നേഹം. അതിനെ കുറിച്ചാണ് തുടർന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സ്നേഹം. നമ്മളിലുള്ളതായിരിക്കുന്ന സ്നേഹത്തിന്റെ അളവ്, നമ്മളിലുള്ളതായ പരിശുദ്ധാത്മാവിന്റെ അളവിനെ വെളിപ്പെടുത്തും കേട്ടോ. എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ അളവുണ്ടോ അത്രമാത്രമേ നമ്മളിൽ എന്തുണ്ടാകത്തുള്ളൂ? സ്നേഹം. ആ സ്നേഹം ദൈവത്തോടുണ്ടായിരിക്കണം, നമ്മുടെ സഹവിശ്വാസികളോട്, നമ്മുടെ മറ്റുള്ളവരോട് ഉണ്ടായിരിക്കണം. 30,000 രൂപ അയച്ചു തരാൻ പറ്റുമോ? 30,000 രൂപ. അപ്പോൾ ഈ സ്നേഹം പരിശുദ്ധാത്മാവിൽ കൂടെ ഉളവാകുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ലോകപ്രകാരം പല സ്നേഹത്തെ കുറിച്ച് കാണാൻ കഴിയും കേട്ടോ. ദൈവസ്നേഹത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ ഈ ലോകത്തിലുള്ള പല സ്നേഹത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തത് എറോസ് എന്ന് പറയും. ഗ്രീക്ക് വാക്കാണ് എറോസ്. EROS. EROS. എറോസ്. ഇതിന്റെ അർത്ഥം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിക്കുണ്ടാകുന്ന സ്നേഹവികാരങ്ങളുടെ ശാരീരിക പ്രകടനമാണ്. അതിനെയാണ് എറോസ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഫിലയോ. PHILEO. PHILEO. ഫിലയോ. എന്ന് പറഞ്ഞാൽ സ്നേഹിതന്മാർ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. മൂന്ന്, സ്റ്റോർഗെ. STORGE. സ്റ്റോർഗെ. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം. മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരന്മാരും തമ്മിലുള്ള സ്നേഹത്തെയാണ്, ഒരു കുടുംബ ബന്ധമാണ് അതിൽ ഒതുങ്ങിയിരിക്കുന്നത്.
അടുത്ത പദമാണ് അഗാപ്പെ. AGAPE, അഗാപ്പെ. വാസ്തവത്തിൽ ഇതാണ് ദൈവസ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതിനൊരു നിർവചനം പറഞ്ഞാൽ വിലയോ അർഹതയോ ഇല്ലാത്തിടത്ത് അവസാനത്തോളം സ്വയം നൽകുന്നതും പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെത്താൻ ബലിയായി അർപ്പിക്കുന്നതും ആയിരിക്കുന്ന അനുഭവമാണ് ഈ സ്നേഹത്തിനുള്ളത്. വാസ്തവത്തിൽ ഇതാണ് ആത്മാവിന്റെ ഫലമായ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഈ സ്നേഹം നമുക്ക് എങ്ങനെ കിട്ടിയതാ? പരിശുദ്ധാത്മാവിൽ കൂടെ ലഭിച്ചതാ. ആ സ്നേഹം നമ്മിൽ നിന്ന് ഒഴുകാനായിട്ടിടയാകണം. മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം ഒഴുകാനിടയാകണം. അതാണ് വാസ്തവത്തിൽ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സ്നേഹത്തിന്റെ അവസ്ഥ. നമ്മള് ഇത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ദൈവവചനം നമുക്ക് തന്നെ അത് സ്വയമായി നാം ശോധന ചെയ്യേണ്ട ഒരു കാര്യം കൂടാണ്. നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്നേഹത്തിന്റെ അവസ്ഥ നമ്മിൽ നിന്ന് വെളിപ്പെടണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത്. നിർവ്യാജ സ്നേഹം, പക്ഷാഭേദം കൂടാതെയുള്ള സ്നേഹം, അതാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് സ്നേഹമുണ്ട് പക്ഷെ ഞാൻ മിണ്ടത്തില്ല. അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ അവരോട് മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, എനിക്ക് സ്നേഹമുണ്ടെന്നാ പലരും പറയുന്നത്. അതൊക്കെ നമ്മുടെ തത്വമാകട്ടോ, നമ്മുടെ പഠിപ്പീര. അതൊന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കുകളല്ല. ഈ സ്നേഹമാണ് നമുക്ക് ദൈവത്തിൽ കാണാൻ കഴിയുന്നത്. ആ സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്, അല്ലേ? നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചത് ഈ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മിലേക്ക് പകർന്നു വന്നിരിക്കുന്നത്. ആ സ്നേഹം നമ്മിൽ നിന്ന് ഒഴുകുവാനായിട്ടിടയാകണം. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറയുന്നു, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ഫലം കൂടെ ഉണ്ടാകണം. ഫലം, ആത്മാവിന്റെ ഫലം ഉണ്ടാകണം. അടുത്തതായിട്ട് സന്തോഷം, അല്ലെ? സന്തോഷം. ഗ്രീക്ക് വാക്കിൽ ഈ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് CHRISTOS
ARA ചാറ എന്ന വാക്കാണ് സന്തോഷം എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്നതായ പദം. അത് ആത്മാവിന്റെ ഫലത്തിന്റെ മറ്റൊരു പ്രത്യക്ഷീകരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മാനുഷിക ജീവിതം പലപ്പോഴും കഷ്ടങ്ങളും ദുഃഖങ്ങളും നിരാശയും ഒക്കെ ഉണ്ടാകുന്ന ജീവിതമാണ്. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ ഈ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസ് കൂടെ കൂടെ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പൗലോസ് കൂടെ കൂടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആ സന്തോഷം എന്ന് പറയുന്നത് ഈ ലോകത്തിന് സന്തോഷമല്ല, ഭൗതികമായിരിക്കുന്ന ഒരു സന്തോഷമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ നൽകിയിരിക്കുന്ന ഒരു അനുഭവമാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയെങ്കില സന്തോഷം നിങ്ങളുടെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിലൂടെയുള്ളതായ നിരന്തരമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. വേദപുസ്തകം തന്നെ പഠിക്കുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തലന്മാരെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി അവരെ അടിച്ച് അവരോട് പറഞ്ഞു, അമർച്ചയായിട്ട് പറഞ്ഞു, ഈ നാമത്തിൽ ഇനി നിങ്ങൾ പ്രസംഗിക്കരുത്. എന്നാൽ അവിടെ അവരെന്ത് ചെയ്തെന്നറിയാമോ? അടികൊണ്ടിട്ടും വേദന ഉണ്ടായിട്ടും അവര് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ എണ്ണപ്പെടുകയാൽ സന്തോഷത്തോടെ അവരുടെ വഴിക്ക് പോയെന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. കർത്താവ് തന്നെ പറഞ്ഞു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിച്ചുല്ലസിപ്പീൻ, കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാണ്. അപ്പൊ അപമാനം വരുമ്പോൾ സന്തോഷിക്കണം, എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിക്കണം. പിന്നെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എബ്രായ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതത്തിൽ, അതായത് കളവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാല് അവരുടെ വസ്തുക്കളൊക്കെയും പലരും കളവായിട്ട് കൊണ്ടുപോയി. അപകാരം എന്നുള്ള വാക്ക ഉപയോഗിച്ചിരിക്കുന്നു. അപകാരത്തിൽ അവരെന്ത് ചെയ്തു? സന്തോഷിപ്പാനായിട്ടിടയായി. അതുപോലെ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാനാണോ പറഞ്ഞത്? അല്ല, നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് പറയുവാനായിട്ടിടയായത്. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ സന്തോഷം നൽകുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെ ആണെന്നുള്ളതാണ് ഇതിന്റെ എല്ലാം അർത്ഥം എന്നുള്ള കാര്യം നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ്.
ഇനി അടുത്തത് സമാധാനം, സ്നേഹം, സന്തോഷം. അടുത്തത് സമാധാനം. പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സമാധാനം. ഈ പദത്തിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് EIRENE, ഐരണി. EIRENE. അതിന് പല അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ശാന്തത, വിശ്രാമം, ആരോഗ്യം, ഐശ്വര്യം, ഉറപ്പ് എന്നെല്ലാം ഈ വാക്കിന് അർത്ഥമുണ്ട്. അത് വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ്. ദൈവത്തിൽ നമുക്കുള്ള ആശ്രയത്തിന്റെയും ഉറപ്പിന്റെയും ഫലമായി നമുക്ക് ലഭിക്കുന്ന ആഴമായ ഒരു അനുഭവമാണ് ഏതാ? സമാധാനം. സമാധാനം അത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നെ ഈ ലോകത്തിലായിരുന്ന സമയത്ത് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഇല്ലേ? അത് ലോകം തരുന്ന സമാധാനമല്ല എന്ന് യോഹന്നാൻ 14:27 കർത്താവ് പ്രസ്താവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതിനെ സംബന്ധിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കുക അത്ര വേണ്ടത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ലഭിക്കുമെന്നാണ് പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നത്. അത് നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ഉറപ്പായും ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിന് നൽകുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഈ സമാധാനം. അത് ലോകം തരുന്ന സമാധാനം അല്ല. കർത്താവ് തന്നെ അതാ പറഞ്ഞത്, അത് ലോകത്തിന്റെ സമാധാനം അല്ല. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ സമാധാനം കുറഞ്ഞിരിക്കുക, അല്ലെ? വ്യക്തി ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സഭയിലായാലും എന്ന് വേണ്ട, എല്ലാ തുറകളിലേക്ക് നാം നോക്കിയാൽ മറ്റനേക കാര്യങ്ങൾക്ക് വളർച്ചയുണ്ട്, പക്ഷേ സമാധാനം കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഈ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുകയാണ്. അത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൽ കൂടെ നൽകുന്ന ഒരു അനുഭവമാണ് ഈ സമാധാനം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാന് കോട്ടയത്ത് നിന്ന് തെക്കോട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ വയലിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ കട്ടൗട്ടർ ഞാൻ വായിക്കാനിടയായി. അതിനകത്ത് ഒരു ബീഡിയുടെ പരസ്യം കൊടുത്തിരിക്കുക, സമാധാനത്തിനും സംതൃപ്തിക്കും സാധു ബീഡി വലിച്ചാൽ മതി, സമാധാനം കിട്ടും. ഈ കേരളത്തിൽ എത്രയോ ആയിരങ്ങളാണ് സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നതല്ലേ? ഞാൻ ചിന്തിച്ച, എന്റെ ദൈവമേ, അവരുടെ വായിക്കകത്ത് ഒരു ബീഡി വെച്ചു കൊടുക്കാൻ ആരുമില്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം തരുന്ന സമാധാനമല്ല, ഇത് ദൈവം തരുന്ന സമാധാനമാണ്. അതുകൊണ്ട്
നമുക്ക് അർഹതയില്ലാത്ത നമുക്ക്, യോഗ്യതയില്ലാതിരുന്ന നമുക്ക് ഈ പദവി, ഈ ഒരു സമാധാനം പരിശുദ്ധാത്മാവിൽ കൂടെ ലഭിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ ലോകത്തിൽ എത്ര ശ്രേഷ്ഠന്മാരാ അല്ലേ? ഇന്ന് ഇസ്രായേൽ രാജ്യം മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക. അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനം ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമാധാനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനം കുറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് സമാധാനം തിരികെ പ്രാപിക്കും